പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമമായിട്ട് പ്രാർത്ഥന. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്തു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിനെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ വലിയൊരു നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. അല്പസമയത്ത് ദൈവത്തിന് ചിന്തയ്ക്ക് ഒരു ദൈവജന ഭാഗം വായിക്കുന്നു. 2 പത്രോസിന്റെ ലേഖനം അതിന്റെ 1-ാമത്തെ അധ്യായം ലെലിയ അതിന്റെ 19-ാമത്തെ വാക്യം. പ്രവാചക വാക്യവും അധികം സ്ഥിരമായിട്ട് നമുക്കുണ്ട്. നേരം വെളുക്കുകയും ഉദയനക്ഷത്രം ഉദിക്കുകയും ചെയ്യുവോളം ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ അതിനെ കരുതിക്കൊണ്ടാൽ നന്ന്. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവഴുത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ലോകമെമ്പാടുമുള്ള ദൈവജനത്തിന് ആശ്വാസമാകുന്ന, പ്രത്യാശ നൽകുന്ന, നൊമ്പരങ്ങളിൽ, കഷ്ടങ്ങളിൽ, വേദനകളിൽ നമ്മെ ആശ്വസിപ്പിക്കുന്ന ഒരു വചനമാണ് നാം വായിച്ചത്. പ്രവാചക വാക്യവും അധിക സ്ഥിരമായിട്ട് നമുക്കുണ്ട്. വിശുദ്ധ വേദപുസ്തകത്തിൽ വിശുദ്ധ ദൈവദാസന്മാർ, കർത്താവ് തിരഞ്ഞെടുത്ത ദൈവത്തിന്റെ അഭിഷക്തന്മാർ, ശക്തന്മാരായ പ്രവാചകന്മാർ, അവർ ആത്മാവിൽ നമുക്ക് എഴുതി തന്നിരിക്കുന്ന ശക്തമായ പ്രവചന ദൂതുകൾ ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിനകത്ത് വിടുതലുകളെ കൊണ്ടുതരുന്നതാണ്. ഹല്ലേലൂയ. അത് നമ്മൾ അനുഭവിക്കണമെങ്കിൽ വിശുദ്ധ തിരുവെഴുത്ത് എന്താണെന്ന് നമ്മൾ അറിയണം. സത്യവേദപുസ്തകം എന്തെന്നറിയണം. സത്യവേദപുസ്തകം എന്തെന്നറിയണമെങ്കിൽ നിങ്ങൾ സത്യവേദപുസ്തകത്തിന്റെ ഉൽപ്പത്തി തൊട്ട് വെളിപ്പാട് വരെയുള്ള ഭാഗങ്ങൾ നിങ്ങൾ ആവർത്തിച്ച് വായിക്കണം. അപ്പോൾ തന്നെ നിങ്ങൾ ദൈവവചനം സ്ഥിരമായിട്ട് കേൾക്കണം. അങ്ങനെ വചനം കേൾക്കുകയും വായിക്കുകയും ചെയ്യുമ്പോൾ, എന്നിട്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്ന പ്രവാചക വാക്യങ്ങൾ അത് സ്ഥിരമായിട്ടുള്ളതാണ്. അത് നമ്മെ വിടിവിക്കുന്ന വചനമാണ്. അത് നിങ്ങളുടെ കാതുകളിൽ നിങ്ങൾ കേൾക്കാൻ കഴിയും. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ഉദയനക്ഷത്രം ഉദിക്കുകയും ചെയ്യുവോളമെന്ന് പത്രോസ് പറയുമ്പോൾ, യേശുക്രിസ്തു യാക്കോബിൽ നിന്ന് ഉള്ള നക്ഷത്രമെന്ന് സംഖ്യാപുസ്തകം 24:17 വായിക്കാൻ കഴിയുന്നുണ്ട്. ലൂക്കോസ് 1:78 വായിച്ചാൽ കാണാൻ കഴിയും. അപ്പോൾ തന്നെ യേശുക്രിസ്തു നീതി സൂര്യനും ആണെന്ന് അല്ലെങ്കിൽ സ്തോത്രം മലാഖിയുടെ പുസ്തകം 4:3 ഹല്ലേലൂയ. ആമേൻ. ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ സൂര്യനും ചന്ദ്രനും കഴിഞ്ഞാൽ ഏറ്റവും വലിയ പ്രകാശമുള്ള ഗ്രഹമാണ് ശുക്രൻ എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. അഥവാ ഉദയനക്ഷത്രം. അപ്പോൾ ഉദയനക്ഷത്രം എന്ന് പറയുമ്പോൾ ക്രിസ്തുവാകുന്ന വിളക്കിന്റെയും ഹല്ലേലൂയ തന്റെ ഹല്ലേലൂയ സ്തോത്രം വചനത്തിന്റെയും ചിത്രം കൂടിയാണ് ഇവിടെ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ക്രിസ്തുവാകുന്ന ഉദയനക്ഷത്രം, ആ വചനം നമുക്ക് സ്ഥിരമായിട്ട് നൽകിയിരിക്കുന്ന വചനം, അത് പ്രവചനമാണ്, ദൂതാണ്. അത് സ്ഥിരമായിട്ട് നമ്മുടെ ഹൃദയങ്ങളിൽ വസിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിൽക്കുന്ന സകല പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാവും. കാരണം വചനമാണ് നമ്മുടെ ഉള്ളിൽ നിൽക്കേണ്ടത്. എങ്ങനെയാണ്? സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. നേരം വെളുക്കുകയും ഉദയനക്ഷത്രം ഉദിക്കുകയും ചെയ്യുവോളം ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ നമ്മൾ വചനത്തെ സൂക്ഷിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. ഇവിടെ വീണ്ടും പറയുന്നത്, ക്രിസ്തുവില്ലാത്ത ലോകം അന്ധകാരത്തിലാണ്. യേശുക്രിസ്തു ഇല്ലാത്ത സകല ഭരണ സംവിധാനങ്ങളും, യേശുക്രിസ്തു ഇല്ലാത്ത സകല മതങ്ങളും, യേശുക്രിസ്തു ഇല്ലാത്ത സകല കുടുംബങ്ങളും, യേശുക്രിസ്തു ഇല്ലാത്ത സകല ജീവിതങ്ങളും അന്ധകാരത്തിൽ ജീവിക്കുന്നവരാണ്. സഹോദരൻ, അവരുടെ ജീവിതത്തിൽ ഒരിക്കലും സമാധാനം ഉണ്ടാകത്തില്ല, സന്തോഷം ഉണ്ടാകത്തില്ല, സ്വസ്ഥത ഉണ്ടാകത്തില്ല. അവർ എന്നും വേദനയുടെ, ദുഃഖത്തിന്റെ നിലയിലൂടെയാണ്. അതുകൊണ്ട് പത്രോസ് ലേഖനം എഴുതുമ്പോൾ 1 പത്രോസിന്റെ ലേഖനം 2:9 തന്നെ പത്രോസ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളോ അന്ധകാരത്തിൽ നിന്നും തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്നവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയാണ്, രാജകീയ പുരോഹിത വർഗമാണ്, വിശുദ്ധ വംശമാണ്. അപ്പം നിങ്ങളുടെ ജീവിത കഷ്ടപ്പാടുകളുടെ നടുവിൽ നിന്ന്, അന്ധകാരങ്ങളുടെ നടുവിൽ നിന്ന്, ഇരുളിന്റെ ആധിപത്യത്തിൽ നിന്ന് ദൈവം നിങ്ങളെ വിളിച്ച് വേർതിരിച്ച് നീതി സൂര്യനായിരിക്കുന്ന, ഉദയനക്ഷത്രമായിരിക്കുന്ന ക്രിസ്തുവിന്റെ ശോഭ, ക്രിസ്തുവിന്റെ വചനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന ഹല്ലേലൂയ വിളക്കുപോലെ അത് നിങ്ങൾ സൂക്ഷിക്കണം. അങ്ങനെ സൂക്ഷിച്ചാൽ നിങ്ങൾ തകർന്നു പോകത്തില്ല. ഹല്ലേലൂയ. അപ്പൊ ന്യായപ്രമാണ യുഗം പ്രവാചകന്മാരാൽ ഹല്ലേലൂയ പ്രകാശിച്ചുകൊണ്ടിരുന്നു. ന്യായപ്രമാണ പ്രവാചകന്മാരാലാണ് പ്രകാശിച്ചുകൊണ്ടിരുന്നത്. ഹല്ലേലൂയ. അത് ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ മാത്രമേ ആയിരുന്നുള്ളൂ. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ആ വിളക്ക് അടുത്തിരിക്കുന്നവർക്ക് മാത്രമേ കാര്യമായ പ്രയോജനം ചെയ്തിരുന്നുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ന്യായപ്രമാണം എന്ന് പറഞ്ഞാൽ പ്രകാശം കൊടുക്കുന്ന പ്രവാചകന്മാരാണ്. ആ വിളക്കിന്റെ വെളിച്ചം എന്ന് പറഞ്ഞാൽ അടുത്തിരിക്കുന്നവർക്ക് മാത്രമേ അത് ലഭ്യമാകുള്ളൂ. ഇപ്പോഴും നിങ്ങൾ ചിന്തിച്ച് നോക്കേണ്ടത്, നിങ്ങളൊരു വിളക്ക് കത്തിച്ച്, ഒരു മെഴുകുതിരി കത്തിച്ച്, അല്ലെങ്കിൽ നിങ്ങളൊരു ബൾബ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്തിരിക്കുന്നവർക്ക്, നിങ്ങൾക്കും മാത്രമേ ആ വെളിച്ചം പ്രകാശിക്കുന്നുള്ളൂ.
ആ പ്രകാശം ദൂരേക്ക് പോകുന്നില്ല. അല്ലേരിയ. മറ്റനേകർക്കും ആ പ്രകാശം പരത്തുവാൻ കഴിയുന്നില്ല. അല്ലേരിയ. സ്തോത്രം. ആമേൻ. സ്തോത്രം. അല്ലെ, മോശയുഗം യഹൂദനെ വെളിച്ചം നൽകിയെങ്കിലും ലോകം മുഴുവൻ പ്രകാശിച്ചില്ല. മോശയുടെ കാലഘട്ടത്തിൽ ദൈവം വെളിച്ചം പകർന്നെങ്കിലും ലോകം മുഴുവൻ ആ പ്രകാശം വന്നില്ലെന്നുള്ളതാണ്. അല്ലേരിയ. സ്തോത്രം. അപ്പൊ ലോകം മുഴുവൻ പ്രകാശിച്ചില്ല എന്നുള്ള യാഥാർത്ഥ്യം. എന്നാൽ ക്രിസ്തുവിൽ നമുക്കുള്ള പ്രകാശം ഭൂവാസികളെ മുഴുവൻ പ്രകാശിപ്പിക്കുന്നതാണ്. പുതിയ നിയമസഭയുടെ പറയട്ടെ, ലോകത്തിന്റെ വെളിച്ചമായിരിക്കുന്ന ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ മാത്രമല്ല, ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളിൽ ക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ അവിടെ എല്ലാവർക്കും ക്രിസ്തു എന്ത് ചെയ്തു? ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വെളിച്ചം പോലെ, വിളക്ക് പോലെ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് വെളിപ്പെടും. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ ക്രിസ്തുവിനുള്ള പ്രകാശം ഭൂവാസികളെ മുഴുവൻ പ്രകാശിപ്പിക്കുക. ഹല്ലേലൂയ. ഇനി ക്രിസ്തു നീതി സൂര്യനായി വെളിപ്പെടുന്ന നാൾ എത്രയധികം നമ്മുടെ ഉള്ളിൽ ക്രിസ്തുവിന്റെ ശോഭ വരും. ഹല്ലേലൂയ. കാരണം യേശു ലോകത്തിന്റെ വെളിച്ചമാ. ഏത് മനുഷ്യനെ പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചമെന്നാണ് യോഹന്നാന്റെ സുവിശേഷം 1 പ്രാരംഭമൊക്കെ വായിക്കുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന നമ്മുടെ ശ്രോതാവ്, കഷ്ടങ്ങൾ, പ്രതിസന്ധികൾ, പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ അതിനെ കണ്ട് നീ പതറിപ്പോകാതെ ലോകത്തിന്റെ വെളിച്ചമായിരിക്കുന്ന ക്രിസ്തു, ഹല്ലേലൂയ, നിന്റെ ഹൃദയത്തിൽ, ഹല്ലേലൂയ, ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ, ഹല്ലേലൂയ, നീ ആ വചനത്തെ ചേർത്ത് പിടിച്ചാൽ, ക്രിസ്തുവിനെ ചേർത്ത് പിടിച്ചാൽ നിന്റെ അന്ധകാരങ്ങൾ മുഴുവൻ മാറിപ്പോകും. രക്തം ചെയ്യും. വിശ്വസിക്കൽ കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട്. നമ്മുടെ ചിന്ത ഈ നേരം വെളുക്കുകയില്ല, അല്ലൊരു ഈ നേരം വെളുക്കുകയില്ല, ഈ കാറ്റ് മാറുകയില്ല, ഇരുള് മാറുകയില്ല എന്നൊക്കെ ഹൃദയം കൊണ്ട് വേദനിച്ചിരിക്കുന്ന സ്വഭാവി ഇന്ന് പകൽ ദൈവാത്മാവിനോട് പറയുന്ന ശക്തമായ ദൂത്, സ്വതന്ത്രം നേരം വെളുക്കും. അല്ലെങ്കിൽ ഈ കാറ്റ് മാറിപ്പോകും, ഈ ഇരുളിന്റെ ആധിപത്യം മാറിപ്പോകും. ദൈവം നിന്നെ പുറത്ത് കൊണ്ടുവരും. ലോകത്തിന്റെ വെളിച്ചമായി നീ അനേകർക്ക് വെളിച്ചം പകരുന്നവളായി മാറുവാൻ ദൈവം നിന്നെ വിളിച്ച് വേർതിരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. പലരുടെ ചിന്ത, ഈ നേരം ഇനി നേരം വെളുക്കത്തില്ലേ? തിരിഞ്ഞും മറിഞ്ഞും കിടന്നും ഉരുണ്ടും ഒക്കെ നേരം വെളുക്കാൻ വേണ്ടി കാത്തിരിക്കുക. അപ്പൊ ചിലവർ, ഈ കാറ്റ് മാറത്തില്ലേ? എന്റെ കുടുംബത്തിന്റെ പ്രശ്നം മാറത്തില്ലേ? എന്റെ ജീവിതത്തിന്റെ പ്രശ്നം മാറത്തില്ലേ? എനിക്ക് നല്ല ജോലി കിട്ടത്തില്ലേ? എന്റെ കടബാധ്യത മാറത്തില്ലേ? എന്റെ നിന്ദകൾ മാറത്തില്ലേ? എന്റെ അപമാനങ്ങൾ മാറത്തില്ലേ? ഞാൻ എത്ര കാലം ഈ കൊടുക്കാറ്റുമുള്ള പ്രശ്നത്തെ നേരിടണം എന്നൊക്കെ ഓർത്ത് ഭാരപ്പെടുന്നില്ലേ നീ? ഹല്ലേലൂയ. നീ പറയാറ്, എന്റെ ജീവിതം മുഴുവൻ ഇരുളാണ്, എന്നിൽ വെളിച്ചമില്ല, ഇരുട്ടെന്നെ വ്യാപരിക്കുന്നു, ഞാൻ ഇരുളിൽ കൂടെ പോകുന്നത് പോലെ എനിക്ക് തോന്നുന്നത് എന്നൊക്കെ ഓർത്ത് ഭാരപ്പെടുന്ന സ്വഭാവേ, നിന്റെ ഉള്ളിൽ സാത്താൻ കൊണ്ടുവരുന്ന ചിന്തകളെ നീ എടുത്ത് പുറത്തു കളഞ്ഞിട്ട് പ്രവാചകവാക്യവും അധികം നിശ്ചയമായി സ്ഥിരമായിട്ട് നമുക്കുണ്ട് എന്നുള്ള തിരുവെഴുത്ത് നീ വിശ്വസിച്ചുകൊണ്ട് നീതി സൂര്യനായിരിക്കുന്ന കർത്താവായ യേശുവിനെ, ഹല്ലേലൂയ, യേശുക്രിസ്തുവിന്റെ വചനത്തെ നിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവരണം. ഒരു ദൈവ പൈതൽ ഭാരപ്പെടണ്ട. നേരം വിളിക്കയില്ലേ, കാറ്റ് ഇറങ്ങയില്ലേ, ഇരുള് മാറിപ്പോകയില്ലേ എന്നൊന്നും ഓർത്ത് നീ ഭാരപ്പെടണ്ട. നിനക്ക് വേണ്ടി ദൈവം അത്ഭുതം ചെയ്യാൻ പോവുകയാണ്. ഇന്ന് പകൽ കർത്താവ് നിങ്ങൾക്ക് ഒരു അത്ഭുതം ചെയ്യാൻ പോവുകയാണ്. എപ്പോഴെങ്കിലും നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നേരം വിളുക്കത്തില്ലേ, നിങ്ങൾ ചോദിച്ചിട്ടില്ലേ, ഈ കാറ്റ് മാറത്തില്ല, ഈ കൊടുങ്കാറ്റ് മാറത്തില്ലേ, ഇരുള് മാറത്തില്ല, ഈ കഷ്ടത മാറത്തില്ല എന്ന് ചോദിച്ചിട്ടില്ലേ? അതെ, അതിനെല്ലാം മാറ്റിയെടുക്കുവാൻ ലോകം നിനക്ക് എഴുതിയിരിക്കുന്ന വിധികളെ മാറ്റിയെടുത്ത് ദൈവം നിന്നെ ശ്രേഷ്ഠനാക്കി മാറ്റാൻ പോവുകയാണ്. നിന്റെ കുടുംബത്തിന്റെ പ്രശ്നങ്ങളെ മുഴുവൻ യേശു പരിഹരിക്കും. നിന്റെ ജീവിതത്തിന്റെ പ്രശ്നങ്ങളെ മുഴുവൻ യേശു പരിഹരിക്കും. നീ ചെയ്തു വെച്ച കാര്യങ്ങൾക്കകത്ത് മുമ്പോട്ട് പോകാൻ കഴിയാതെ തടസ്സം നിൽക്കുന്ന അന്ധകാരത്തിന്റെ വ്യാപാര മണ്ഡലങ്ങളെ ദൈവം നീക്കിയിട്ട് അതിന്റെ മാത്രം ഒരു പെരുവഴി ഉണ്ടെന്ന് നിനക്ക് ദൈവം വെളിപ്പെടുത്താൻ പോവുകയാണ്. രക്തംശയം വിശ്വസിക്കുക, കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട്. ഇന്ന് പകരം ഞാൻ ദൈവത്തിന്റെ വചനം പറയുമ്പോൾ ഈ കാറ്റ് മാറത്തില്ല, കൊടുക്കാറ്റ് മാറത്തില്ല, ഇരുള് മാറത്തില്ല, നേരം വെളുക്കയില്ല എന്ന് ഓർത്ത് ഭാരപ്പെട്ട് ഇറങ്ങിക്കഴിയുന്ന ചില മാതാപിതാക്കളുടെ, ചില യുവതി യുവാക്കന്മാരോട്, ചില സഹോദരന്മാർ പറയട്ടെ, നിന്റെ പ്രശ്നങ്ങളെ ദൈവം തീർക്കുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രശ്നത്തെ യേശു മറുപടി നൽകും. കാരണം ഈ കാണുന്ന ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ചവൻ, ഈ അണ്ടകടാകത്തെ മുഴുവൻ സൃഷ്ടിച്ചവൻ, അഖിലാണ്ടത്തിന്റെ ഉടയവന് നിന്റെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളെയും പരിഹരിക്കാൻ കഴിയും. വിശ്വസിക്കുന്നുണ്ടോ? നിന്റെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും യേശു പരിഹരിക്കും. ചിലരൊക്കെ പറയാറുണ്ട്, എന്റെ പ്രശ്നം ഒന്നും തീരത്തില്ല പാസ്റ്റേ. ഹല്ലേലൂയ. ചില സഹോദരന്മാർ പറയും, പാസ്റ്റേ, ദൈവം എന്നോട് കരുണ കാണിക്കുന്നില്ലെന്നായിരിക്കും തോന്നുന്നത്. ഹല്ലേലൂയ. അങ്ങനെയൊക്കെ നമ്മുടെ ഉള്ളിൽ അവിശ്വസ്ത ഹൃദയം കടന്നു വരും, അവിശ്വസ്തയുള്ള മനസ്സ് കടന്നു വരും.
ആ അവിശ്വസ്തതയുള്ള ഹൃദയം, അവിശ്വസ്തയുള്ള മനസ്സ് നിന്റെ ഉള്ളിൽ കടന്നു വരുമ്പോഴത്തേനും നിന്നെ നേരം വെളുക്കാത്ത വിധത്തിൽ ഇരുളിൽ നീ വ്യാപരിക്കുന്ന പോലെ നിനക്ക് പ്രശ്നങ്ങളായിരിക്കും. കൊടുങ്കാറ്റ് പോലെയുള്ള പ്രശ്നം സാത്താൻ കൊണ്ടുവരും. ഇരുളിന്റെ ആധിപത്യത്തിൽ നിന്നെ മുക്കിക്കളയാൻ പിശാച് ശ്രമിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഹല്ലേലൂയ. സ്തോത്രം. ഉദയനക്ഷത്രമാകുന്ന പ്രത്യാശയുടെ അനുഭവമായിരിക്കുന്ന ഹല്ലേലൂയ ദൈവ വചനങ്ങളെ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ഉരുവിടാൻ തുടങ്ങണം. വചനം നിങ്ങൾ പറഞ്ഞുകൊണ്ട് നടക്കണം, വചനം വായിക്കണം, വചനം ഗ്രഹിക്കണം, വചനം മനഃപ്പാഠമാക്കണം. ഹല്ലേലൂയ. ജീവിതം അനുഗ്രഹിക്കപ്പെടും. രക്തം ചെയ്യണം. ഹല്ലേലൂയ. അപ്പോൾ നിങ്ങളെ ആത്മാവിനെ പ്രകാശിപ്പിക്കണം. നിങ്ങളുടെ ആത്മാവിനെ പ്രകാശിപ്പിക്കുവാൻ നിങ്ങൾക്ക് മാത്രമേ കഴിയുള്ളൂ. രക്തം ചെയ്യണം. നിങ്ങളുടെ ആത്മാവിനെ പ്രകാശിപ്പിക്കുവാൻ വീണ്ടുന്ന ദൈവത്തിന്റെ വാഗ്ദത്ത പ്രവാചക വാക്യങ്ങളെ അത് എനിക്ക് നിങ്ങളോട് പറയാൻ കഴിയും. നിന്റെ കഷ്ടതകളെക്കുറിച്ച്, നിന്റെ സങ്കടങ്ങളെക്കുറിച്ച്, നൊമ്പരങ്ങളെക്കുറിച്ച് നിനക്ക് ബോധ്യപ്പെടുത്തി തരാൻ കഴിയും. പക്ഷെ നിന്റെ ആത്മാവിന് വെളിച്ചം പകരേണ്ടത് നീ തന്നെയാണ്. വചനം കേൾക്കുമ്പോൾ നിന്റെ കുറവുകൾ മനസ്സിലാക്കി, ഹല്ലേലൂയ, നിന്റെ തെറ്റുകുറ്റങ്ങൾ മനസ്സിലാക്കി, നിന്റെ ജീവിതത്തിന്റെ കുറവുകളെ മനസ്സിലാക്കി, സ്തോത്രം, നീ കർത്താവിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ പരിശുദ്ധാത്മാവാകുന്ന ആ സാന്നിധ്യം നിന്റെ ഉള്ളിലേക്ക് വരുമ്പോൾ നിന്റെ ആത്മാവിൽ വെളിച്ചം നിറയും അടയാകും. പ്രൈസലോ. ആത്മാവിൽ നമുക്ക് വെളിച്ചമാണ് ആവശ്യമെന്ന് പറയുന്നത്. രക്തം ചെയ്യാം. ഹല്ലേലൂയ. അപ്പോൾ ഓരോ പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾ വിടുതൽ പ്രാപിക്കുന്നതിന് ദൈവം തന്നിരിക്കുന്ന വാഗ്ദത്തങ്ങളെ നിങ്ങൾ മുറുകെ പിടിക്കണം. എല്ലാവർക്കും പ്രശ്നമുണ്ട്, നിങ്ങൾക്കൊക്കെ പ്രശ്നമുണ്ട്. അല്ലെങ്കിൽ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ എടുത്ത് തന്നെയാണ് പറയുന്നത്. കാരണം അനവധി ആളുകൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിളിക്കുമ്പോൾ കണ്ണുനീരോടെ എന്നോട് പറയുന്ന ചില വിഷയങ്ങളുണ്ട്. അതോർത്ത് ഞാൻ അവർക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്യാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്, ദൈവത്തോട് പറയാറുണ്ട്, കർത്താവേ, അവരുടെ ജീവിതം വളരെ പ്രതിസന്ധിയാണ്. കൊടുങ്കാറ്റ് പോലെ അവരുടെ ജീവിതം ജീവിതത്തെ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുക. ഇരുളിന്റെ ആധിപത്യം പോലെ അവർ തകർന്നുകൊണ്ടിരിക്കുക. കർത്താവിന്റെ ആത്മാവിന് പ്രകാശം കൊടുക്കണമെന്ന് ഞാൻ പലരും പറയാറുണ്ട്. അതുകൊണ്ട് ഹല്ലേലൂയ, നിങ്ങളുടെ ഉള്ളിലും ആ പ്രകാശം വരുത്തണം. ആ പ്രകാശം യേശുക്രിസ്തുവിൽ മാത്രമേ വെളിച്ചം പകരുകയുള്ളൂ. അപ്പൊ നിങ്ങളുടെ ആത്മാവിനെ പ്രകാശിക്കണം. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനങ്ങളെ നിങ്ങൾ വാഗ്ദത്തം പഠിക്കണം. ഹല്ലേലൂയ. ഒരു മനുഷ്യൻ വെള്ളത്തിൽ വീഴുമെന്ന് ചിന്തിക്കുക. ഒരു മനുഷ്യൻ വെള്ളത്തിൽ വീണ് മുങ്ങിച്ചാകാൻ ഒരുങ്ങുക. നിലയിലാ കയറ്റി താണുകൊണ്ടിരിക്കുക. ആ മനുഷ്യൻ കൈപൊക്കി കാണിക്കുന്നുണ്ട്. ഹല്ലേലൂയ. കൈയാട്ടി വിളിക്കുന്നുണ്ട്. ഹല്ലേലൂയ. എന്തിനാണ് അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്? ആ സമയത്ത് കരയിൽ നിൽക്കുന്ന ഒരാൾ ഒരു കയറെറിഞ്ഞ് കൊടുക്കുമ്പോൾ ആ കയർ ആ മനുഷ്യന്റെ കയ്യിൽ കിട്ടുമ്പോൾ, ഹല്ലേലൂയ, ആ മനുഷ്യന്റെ ജീവിതത്തിന് അകത്ത് ആ മരണവെപ്രാളത്തിൽ നിന്ന് അദ്ദേഹം രക്ഷ പ്രാപിക്കും. ആ കയറ് തനിക്ക് ഒരു ആശ്വാസമായി, ഒരു വിടുതലായി ആ കയറിന്റെ തലക്കൽ പിടിച്ച് താൻ കരയിലേക്ക് അടുക്കുവാൻ തുടങ്ങും. പ്രൈസലോ. അപ്പം വെള്ളത്തിൽ വീഴുന്ന മനുഷ്യനൊക്കെ പറയുന്നത് മരണത്തെ മുന്നിൽ കാണുന്നവരാണ്. ഹല്ലേലൂയ. ഒരിക്കൽ ഞങ്ങളൊക്കെ പണ്ട് പണിയെടുത്തുകൊണ്ടിരിക്കുന്ന, ലോഡിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് ഒന്നിച്ച് പമ്പയാറ്റി കുളിക്കാൻ പോകും. ഞാൻ പമ്പയാറിനടുത്തൊക്കെ താമസിക്കുന്നത്. അപ്പം പണ്ട്, ഇപ്പോഴല്ല, ഹല്ലേലൂയ, ചെറുപ്രായത്തിൽ. അപ്പം പമ്പയാറ്റി കുളിക്കാൻ പോകുന്ന ഒരു സമയത്ത് വളരെ വെള്ളപ്പൊക്കം ഉണ്ടായി. ഹല്ലേലൂയ. അപ്പം കൂട്ടുകാരെല്ലാം വെള്ളത്തിൽ ചാടി, ഞാനും വെള്ളത്തിൽ ചാടി. അന്ന് വെള്ളത്തിൽ ചാടുമ്പോൾ എന്താണ്, ഉടുത്തിരിക്കുന്ന മുണ്ട് മറിച്ച് തലയിൽ വട്ടം കെട്ടും. ഹല്ലേലൂയ. എന്നിട്ടാണ് നീന്തുന്നത്. അങ്ങനെ ഞാൻ നടുക്കയത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ തലയിൽ ചുറ്റിയിരുന്ന കൈരി, ഹല്ലേലൂയ, മുണ്ട് അഴിഞ്ഞെൻ്റെ കഷത്തിലൂടെ കയറി. എനിക്ക് കൈയെടുത്ത് നീന്തുവാൻ കഴിയാതെ വന്നു. ഞാൻ നന്നായിട്ട് വെള്ളത്തിൽ നീന്തും, പക്ഷെ എനിക്ക് കൈയെടുത്ത് നീന്തുവാൻ കഴിയുന്നില്ല. ഒഴുക്കെന്നെ അടിച്ചു കൊണ്ടുപോകാം. ആ ഒഴുക്കിനകത്ത് ഞാൻ പെട്ടാൽ അവിടെ ഒരു അരുവിയുണ്ട്, നാവീൻ അരുവി എന്ന് പറയും. ഇപ്പോൾ പാമ്പിൻ ഡാം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അരുവിയിലേക്ക് എതിയാടും. അരുവിയിൽ ചാടിയാൽ എനിക്ക് രക്ഷ പ്രാപിക്കാൻ കഴിയില്ല. പക്ഷെ എൻ്റെ സുഹൃത്തുക്കൾ എന്ത് ചെയ്ത് എന്നെ രക്ഷിപ്പാൻ നോക്കുന്നുണ്ട്. പലരും എൻ്റെ കാലിൽ പിടിച്ച് തള്ളുന്നുണ്ട്, ശരീരത്തിൽ പിടിച്ച് തള്ളുന്നുണ്ട്. ഞാൻ അനവധി വെള്ളം കുടിച്ചു. എങ്ങനെയോ കരയിലേക്ക് അടുത്തപ്പോൾ കരയിൽ നിന്ന ഒരു മരത്തിന് ചെല്ലിക്കൊമ്പിൽ എനിക്ക് പിടികിട്ടി കഴിഞ്ഞപ്പോൾ എനിക്ക് ആശ്വാസമായി പെട്ടെന്ന് തന്നെ വലിച്ച് കരയ്ക്ക് കയറ്റി. പ്രവേശോ. നീന്തറിയാം. ഹല്ലേലൂയ. പക്ഷെ പറഞ്ഞിട്ട് അപകടം ഏത് സമയത്തും വരാം, പ്രതിസന്ധികൾ ഏത് സമയത്തും വരാം. അപ്പം വെള്ളത്തിൽ വീണ് മരിക്കാൻ പോകുന്ന മനുഷ്യൻ മുങ്ങിച്ചാകാൻ ഒരുങ്ങുമ്പോൾ ഒരു കയറിന്റെ അറ്റം നമ്മുടെ കയ്യിൽ കിട്ടിയാൽ, ഹല്ലേലൂയ, അത് നമുക്ക് ഏറ്റവും വിടുതൽ നൽകുന്ന പോലെ നീ മുങ്ങിത്താഴുന്ന അനുഭവമാണോ? ജീവിതം തകർന്ന്, കുടുംബം തകർന്ന്, ബിസിനസ് തകർന്ന്, കടക്കിടി ജോലിയില്ലാതെ നിന്ദകളും അപമാനങ്ങളും പരിഹാസം കൊണ്ട് നീ നിറയപ്പെട്ടിരിക്കുകയാണോ? വെള്ളത്തിൽ മുങ്ങിച്ചാകുന്ന വ്യക്തിയെ പോലെ, ഹല്ലേലൂയ, രക്തം ചെയ്യാം.
ഇന്ന് പകൽ നീ ഭാരപ്പെടുന്ന വിഷയമാണ്. ഇന്ന് പകൽ ദൈവത്തിന്റെ വാഗ്ദത്ത വചനങ്ങളിൽ പ്രവാചന വാക്യങ്ങളിൽ നീ മുറുകെ പിടിക്ക്. പ്രവചന വാക്യങ്ങൾ നീ മുറുകെ പിടിക്കുമ്പോൾ പ്രവാചക ശബ്ദത്തിന് നീ ചെവിടുക്കാൻ തയ്യാറാകുന്നെങ്കിൽ ഹല്ലേലൂയ ആമേൻ, നിന്നെ വെള്ളത്തിന് മുക്കുവാൻ കഴിയില്ലെന്നാണ്. രക്തച്ചേ, ഞാനൊക്കെ വിശ്വാസത്തിൽ വന്നപ്പോഴാ അതിന്റെ ആ ഭയാനകതയൊക്കെ മനസ്സിലാക്കിയത്. ദൈവം എന്നെ വിടിവിച്ചത്. അപ്പം ജീവിതത്തിൽ അങ്ങനെയുള്ള അനുഭവങ്ങളുണ്ട്. അപ്പം ദൈവത്തിന് വചനം ആമി പത്രോസ് പറയുക, പ്രവാചക വാക്യം അധികം സ്ഥിരമായിട്ടുണ്ട്. ആമി സ്ഥിരമായിട്ട് നമുക്കുണ്ട്. നേരം വെളുക്കുകയും നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉദയനക്ഷത്രം ഉദിക്കുകയും ചെയ്യുവോളം ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന ഹല്ലേലൂയ വിളക്ക് പോലെ അതിനെ കരുതിക്കൊള്ളണം. പഴയ നിയമ ന്യായപ്രമാണം പ്രവാചകന്മാർ അടുത്തിരിക്കുന്നവർക്ക് വേണ്ടി മാത്രം വെളിച്ചം പകർന്നെങ്കിൽ പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ ലോകത്തിന്റെ വെളിച്ചമായിരിക്കുന്ന ക്രിസ്തു നമ്മുടെ ഉള്ളിൽ നമ്മളിൽ മാത്രമേ ലോകമെമ്പാടുമുള്ള ജനത്തെ പ്രകാശത്തിലേക്ക് നടത്തുകയാണ്. യത്നം ചെയ്യാം. അതെ, നിന്റെ കുടുംബത്തിനകത്തെ ഇരുള് മാറ്റാൻ ദൈവം ആഗ്രഹിക്കുക. ആഭിചാരത്തിന്റെ ശക്തികൾ, മന്ത്രവാദത്തിന്റെ ശക്തികൾ, ദുർമന്ത്രവാദങ്ങൾ, ദുർഭൂതങ്ങൾ, ദുർസേവകൾ ആമീൻ നിന്റെ തലമുറയെ തകർക്കുന്ന ഹല്ലേലൂയ ചില ദേശത്തിന്റെ പൂരികൾ, ദേശത്തിന്റെ ശക്തികൾ, ചില അന്യായ ബന്ധനങ്ങൾ, ചില സാത്താന്റെ തന്ത്രങ്ങൾ നിന്റെ കുടുംബത്തെ ആഞ്ഞടിച്ച് നിന്റെ തലമുറയെ പാപത്തിലേക്ക് തള്ളിയിടുമ്പോൾ, നിന്റെ ഭർത്താവിനെ മദ്യത്തിലേക്ക് തള്ളിയിടുമ്പോൾ, അവരെ അധാർമ്മികമായ ജീവിതത്തിലേക്ക്, അനാവശ്യമായ ജീവിതത്തിലേക്ക് തള്ളിയിട്ട് നിന്റെ കുടുംബത്തെ തകർക്കാൻ ശ്രമിക്കുന്ന സാത്താന്റെ കയ്യിൽ നിന്ന് വിടിവിക്കപ്പെടണമെങ്കിൽ സ്തോത്രം. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ദൈവത്തിന്റെ വചനത്തെ, വാഗ്ദത്ത വചനത്തെ മുറുകെ പിടിക്കണം. വചനം നിന്റെ ഉള്ളിലുണ്ടെങ്കിൽ സാത്താന് നിന്നെ തൊടാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങണം, ദൈവത്തിന് കീഴടങ്ങണം. ഹല്ലേലൂയ. വചനം അനുസരിക്കണം. ഹല്ലേലൂയ. അങ്ങനെ ദൈവത്തിന് കീഴടങ്ങിയാൽ വചനം അനുസരിച്ച് സാത്താൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. അവൻ നിങ്ങൾക്ക് മുമ്പിൽ നിൽക്കയില്ല. അവൻ പരാജയപ്പെട്ടവനാണ്. കാൽവറിയിൽ യേശുവിന്റെ തലയെ തകർത്തതാ. അവൻ സൂത്രങ്ങളാണ്, തന്ത്രങ്ങളാണ്, അത് കാണിച്ചതിനെ ഭയപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. ഇന്ന് നമുക്ക് ആരെങ്കിലും ഭാരത്തിന്റെ നടുവിൽ, സങ്കടത്തിന്റെ നടുവിൽ ആമേൻ ജീവിതം എന്ത് ചെയ്യും, പ്രമാദം വന്നാൽ ഞാൻ എന്ത് ചെയ്യുമെന്നോർത്ത് സങ്കടപ്പെട്ടിരിക്കുന്നുണ്ടോ? ഇന്ന് പകൽ പ്രവാചക ശബ്ദം മുമ്പ് നീ കേട്ട ദൈവത്തിന്റെ വാഗ്ദത്ത വചനത്തെ നിന്റെ ഹൃദയത്തിനകത്ത് നീ കൊടുത്താൽ, ഹല്ലേലൂയ, ആ വചനം നിന്റെ ഹൃദയങ്ങളിൽ ഉദയനക്ഷത്രം ഉദിക്കുകയും ചെയ്യുവോളം ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ നീ എന്നെ കരുതിയാൽ നിന്റെ പ്രശ്നങ്ങളെല്ലാം മാറും. പ്രശ്നങ്ങളെല്ലാം മാറ്റുന്ന ദൈവം. ഹല്ലേലൂയ. ഇത് സങ്കടപ്പെടണ്ട. ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഭവനത്തിൽ പോയി. ഹല്ലേലൂയ. ആ ഭവനത്തിൽ കടന്നു ചെന്ന് കഴിഞ്ഞപ്പോൾ ആ ഭവനത്തിലെ സഹോദരൻ പണ്ട് ദൈവനാമത്തിനോട് ശക്തമായി പ്രവർത്തിച്ച വ്യക്തിയാണ്. ഇപ്പം ചെറിയ പിന്നോക്കത്തിലാണ്. അപ്പം ഞാൻ ചെന്നുകൊണ്ട് പറഞ്ഞു, എൻ്റെ പാസ് എനിക്ക് പണിയില്ല, ഞാൻ എത്ര അധ്വാനിച്ചിട്ടൊന്നും കയ്യിൽ കിട്ടുന്നില്ല, കടം മാത്രം എനിക്കൊരു അത്യാവശ്യമെന്ന് ഞാൻ ആരോട് ചോദിക്കും. പണി മേഖലയിലൊക്കെ പണിയുണ്ട്, പക്ഷെ എനിക്ക് കിട്ടുന്നത് തികയുന്നില്ല. ഹല്ലേലൂയ. ഞാൻ ആ സഹോദരന് പറഞ്ഞു, നീ ദൈവത്തിന് കൊടുക്കാനുള്ളത് കൊടുക്കാതെ, ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം കൊടുക്കാതെ, ലോകത്തിന്റെ ഭൗതിക നന്മകൾ ആശ്രയിച്ച് രാവുകളില്ലാതെ നീ പണിയെടുത്താലും അത് നിനക്ക് പ്രയോജനപ്പെടത്തില്ല. ആമി കുടങ്കമത്തി വെച്ച് വെള്ളം ഒഴിച്ചതുപോലെ, ഓട്ടസഞ്ചി കിട്ടതുപോലെ അതെല്ലാം ശൂന്യമായി മാറും. എന്നാൽ നീ ആരാധനയ്ക്ക് കടന്നു വന്ന് അതിൽ ദൈവത്തിന് നിന്റെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം കൊടുക്കുക. അപ്പോൾ നിന്റെ പ്രശ്നങ്ങളെ പരിഹരിക്കും. പ്രസവം ഞായറാഴ്ച കടന്നു വരാം. അത് ഞാൻ സന്തോഷിച്ചു. ഞായറാഴ്ച കടന്നു വരട്ടെ. യേശുവിന് മാത്രമേ ഇതിനെ രക്ഷിക്കാൻ കഴിയുള്ളൂ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാപിതാവ്, യേശുവിന് മാത്രമേ ഇതിനെ രക്ഷിക്കാൻ കഴിയുള്ളൂ. ഒരു മതത്തിനും, ഒരു മത നേതാക്കന്മാർക്കും, ഒരു മതത്തിന്റെ പ്രമാണങ്ങൾക്കും, ഹല്ലേലൂയ, ഒരു തത്വങ്ങൾക്കും, ചിന്തകൾക്കും, ഒരു ഐതിഹ്യങ്ങൾക്കും, ഹല്ലേലൂയ, ആമേൻ, നിന്നെ രക്ഷിപ്പാൻ കഴിയില്ല. നിന്നെ രക്ഷിപ്പാൻ ലോകത്തിന്റെ വെളിച്ചമായിരിക്കുന്ന യേശു ക്രിസ്തുവിന് മാത്രമേ നിന്റെ പ്രശ്നങ്ങൾ നിന്നെ രക്ഷിപ്പാൻ കഴിയുള്ളൂ. വിശ്വസിക്കുന്നെങ്കിൽ കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ. അപ്പൊ നിന്നെ ദൈവം വെറുതെ വിടത്തില്ല. ഹല്ലേലൂയ. നിന്നെ ചേർത്ത് പിടിക്കും. ഹല്ലേലൂയ. അപ്പം ദൈവം നമ്മെ മാറോട് ചേർത്ത് പിടിക്കും. ഒരമ്മയെ ആശ്വസിപ്പിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും, നിങ്ങൾ യെരൂശലേമിൽ ആശ്വാസം പ്രാപിക്കുമെന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 66:13 രേഖപ്പെടുത്തി വെച്ചിട്ട് വല്ലപ്പോഴും എടുത്ത് വായിച്ചങ്ങ് ധ്യാനിക്കുന്നേ. കർത്താവ് നിങ്ങളുടെ ഉള്ളിലേക്കും വരട്ടെ, വചനമൊക്കെ നിറയട്ടെ. ഹല്ലേലൂയ. ഇവിടെ നാം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ വാഗ്ദത്ത വചനങ്ങളെ മുറുകെ പിടിക്കണം. ഹല്ലേലൂയ. അതൊരു നങ്കൂരമായി, വാഗ്ദത്ത വചനങ്ങൾ ഒരു നങ്കൂരമായി നമ്മുടെ ഉള്ളിൽ ഉറയ്ക്കണം. ഹല്ലേലൂയ. കപ്പൽ നങ്കൂരമിട്ട് കിടക്കുന്നത് പോലെ വചനം ഒരു നങ്കൂരമായി നമ്മുടെ ഹൃദയത്തിൽ ഉറപ്പിക്കണം. ഹല്ലേലൂയ. ആകാശവും ഭൂമി ഒഴിഞ്ഞു പോകും. ഹല്ലേലൂയ. എങ്കിലും എന്റെ വചനങ്ങൾക്കോ ഒരു മാറ്റമില്ലെന്നാണ്.
യേശു പറഞ്ഞെന്താ? ആകാശവും ഭൂമി ഒഴിഞ്ഞു പോകും, ഈ കാണുന്നതെല്ലാം ഒഴിഞ്ഞു പോകും, ഈ കാണുന്നതെല്ലാം ആമി കത്തി അഴിയുന്നൊരു ദിവസമുണ്ട്. ആമി മനുഷ്യൻ പടുത്തുയർത്തിയതും മനുഷ്യൻ നിർമ്മിച്ചതും അല്ലലിയ ആമി 100 നില കെട്ടിടങ്ങളും 120 നില കെട്ടിടങ്ങളും എല്ലാം പടുത്തുയർത്തി മനുഷ്യൻ അല്ലേലിയ ആഹ്ലാദിച്ച് നിഗളിക്കുന്നുണ്ടെങ്കിൽ എല്ലാം ഒറ്റ നിമിഷം കൊണ്ട് തകരാനുള്ളതേ ഉള്ളൂ. കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, ഭയങ്കര ഒരു ആശുപത്രി, ഭൂമി കുലുക്കമുണ്ടായപ്പോൾ ഭയങ്കര ആശുപത്രി പെട്ടെന്ന് നിരപ്പത്ത് നമ്മൾ കണ്ടില്ലേ? അല്ലേരിയ ഇതെല്ലാം ഒഴിഞ്ഞു പോകും. അല്ലേരിയ. അപ്പോൾ ആകാശവും ഭൂമി ഒഴിഞ്ഞു പോകും, പക്ഷെ ദൈവത്തിന്റെ വചനങ്ങൾ അതൊരിക്കലും ഒഴിഞ്ഞു പോകുകയില്ല. അത് എല്ലാവരും സ്വതന്ത്രം അധിക സ്ഥിരമായിട്ട് നമുക്കുണ്ട്. അല്ലേരിയ. വചനം നമുക്ക് സ്ഥിരമായിട്ട് നമുക്കുണ്ട്. വചനത്തെ നീക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവേ, നിന്റെ കണ്ണുനീരെന്താ? നിന്റെ സങ്കടം എന്താ? നീ ഏത് ഭാരത്തിലാണ് ഇരിക്കുന്നതെന്ന് നീ ചിന്തിച്ചിട്ട് മറ്റാരോടും പറയാതെ നിന്റെ വിഷമം നിന്റെ ഉള്ളിലിരുന്ന് അല്ലെങ്കിൽ അതുകൊണ്ട് നീ നീറിപ്പുകഞ്ഞ് അവസാനം നീ ആത്മഹത്യയിലേക്ക് പോകാതെ അല്ലെങ്കിൽ നിന്റെ പ്രശ്നങ്ങൾ നിന്റെ അടുത്തുള്ള ഏതെങ്കിലും ഒരു ദൈവസഭയിലെ ആ പാസ്റ്ററോടൊന്ന് പറ, അല്ലെങ്കിൽ ആ വിശ്വാസിയോടൊന്ന് പറ, എനിക്ക് ഇങ്ങനെ ചില പ്രശ്നങ്ങളുണ്ട്, പ്രതികൂലങ്ങളുണ്ട്, എനിക്ക് മുമ്പോട്ട് പോകാൻ കഴിയുന്നില്ല, ഒരു സ്റ്റെപ്പ് പോലും പോകാൻ കഴിയുന്നില്ല. ഇരുളിന്റെ ആധിപത്യങ്ങൾ, കാറ്റിന്റെ ശക്തികൾ എന്നെ തകർക്കുക, എന്റെ ജീവിതം തന്നെ തകർന്ന് മരണമേ എനിക്ക് മുമ്പിലുള്ളൂ എന്ന് പറയുന്ന ഇന്ന് ചിന്തിച്ചിരിക്കുന്ന സഹോദരി സഹോദര, അല്ലെങ്കിൽ നിന്റെ പ്രശ്നങ്ങളെ നീ ഒരു ദൈവദാസനോട് പറ. ആ ദൈവദാസന ദൈവസഭ നിനക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കും. അവർ ദൈവത്തിന്റെ വചനത്തിലൂടെ പറഞ്ഞു തരും, ദൈവത്തിന്റെ വാക്തത്വങ്ങളെ പറഞ്ഞു തരും. വല്ലേരിയ. അവർ നിന്റെ മേൽ കൈവച്ച് പ്രാർത്ഥിക്കും, രക്തം ചെയ്യും. വല്ലേരിയ. നിനക്കൊരു വിടുതൽ ദൈവം തരും. അതുകൊണ്ട് ആരെങ്കിലും ആത്മഹത്യക്ക് ശ്രമിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽ അല്ലെങ്കിൽ ദൈവാത്മാവ് ഒരു പ്രവാചകവാക്യം ആദ്യ സ്ഥിരമായിട്ട് നിനക്കുണ്ട്. അല്ലെങ്കിൽ നിന്റെ ജീവിതത്തിന് ആവശ്യമായ, നിന്റെ ഈ ഭൂമിയിലെ ജീവിതത്തിന്, നിന്റെ ജോലിക്ക്, നിന്റെ നന്മയ്ക്ക്, കുടുംബത്തിന്, തലമുറയ്ക്ക്, ഭർത്താവിന്, ഭാര്യയ്ക്ക് നീ കടന്നു പോകുന്ന മേഖലകളിൽ ആവശ്യമായ പ്രവാചക വചനങ്ങൾ സ്ഥിരമായിട്ട് ദൈവം നിനക്ക് വാക്തത്വമായിട്ട് തന്നിട്ടുണ്ട്. ആ വചനം എന്ത് ചെയ്യണം? നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉദയനക്ഷത്രം ഉദിക്കുകയും ചെയ്യുവോളം, നിങ്ങളുടെ ഹൃദയത്തിൽ ഉദയനക്ഷത്രമായിരിക്കുന്ന ക്രിസ്തു ഉദിക്കുകയും ചെയ്യുവോളം ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ ആ വാക്തത്വ വചനങ്ങളെ ഹൃദയത്തിൽ കാത്തു സൂക്ഷിക്കണം. പ്രൈസലോ. അപ്പം നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ഹല്ലേലൂയ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഉദയനക്ഷത്രം ഉദിക്കുന്നത് പോലെ നിന്റെ ഹൃദയത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ഹല്ലേലൂയ നിന്റെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരമായി. കരമടിച്ച് ദൈവത്തെ സ്തുതിക്കാൻ കഴിയുമോ? ഹല്ലേലൂയ. നിങ്ങൾ ഓരോരുത്തരുടെയും പ്രശ്നങ്ങൾ വലുതാ. സ്കൂൾ തുറക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. മക്കളെ എങ്ങനെ സ്കൂളിൽ വിടും? അവർക്ക് എങ്ങനെ യൂണിഫോം വാങ്ങും? അവർക്ക് പുസ്തകങ്ങൾ എങ്ങനെ വാങ്ങും? അവരുടെ ഫീസ് എങ്ങനെ അടയ്ക്കും? അഡ്മിഷൻ ഫീസ് കൊടുക്കണം. ഹല്ലേലൂയ. അവരെ സന്തോഷത്തോടെ പറഞ്ഞു വിടണം. അവർക്ക് സ്കൂൾ ബസ്സിലൂടെ പറഞ്ഞു വിടണം. ഞാൻ എന്ത് ചെയ്യും? ഹല്ലേലൂയ. ഞാൻ എങ്ങനെ എൻ്റെ മക്കളെ പഠിപ്പിക്കുന്നു ഓർത്ത് ഭാരപ്പെടുന്ന മാതാപിതാക്കളെ, ഹല്ലേലൂയ, നീ യേശുവിൽ വിശ്വസിക്ക്. നിന്റെ സകല ബുദ്ധിമുട്ടുകളും കർത്താവ് തീർത്തു തരും. പ്രൈസലോൺ. ഹല്ലേലൂയ. നിന്റെ സകല ബുദ്ധിമുട്ടുകളും സ്തോത്രം. ദൈവത്തിന്റെ ഇഷ്ടം നിങ്ങളുടെ സകല പ്രശ്നങ്ങൾ തീർക്കുക എന്നുള്ളതാണ്. രക്തം ചെയ്യും. എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തോടെ ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്ത് തരുമെന്ന് നമ്മൾ ഫിലിപ്പിലേഖനമാണെന്ന് തോന്നുന്നത് വായിച്ചു 3:19 രേഖപ്പെടുത്തുന്നു. വായിച്ചു നോക്കിക്കോ കേട്ടോ. അല്ലേലൂയ. അപ്പം നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെ എൻ്റെ മക്കളെ എങ്ങനെ പഠിപ്പിക്കുന്നവർ നീ ഭാരപ്പെടുകയാണ്. അല്ലേലൂയ. അവരെങ്ങനെ അയക്കും? അല്ലേലൂയ. അവർക്ക് വേണ്ട കയ്യിൽ ഒരു ചില്ലി പൈസയില്ല, ഒരു നയാ പൈസയില്ല എന്നൊക്കെ പറയാറില്ലേ? കഴിഞ്ഞിടെ എന്നൊരു സഹോദരൻ പറഞ്ഞു, എൻ്റെ പാസേ ഫീസ് അടയ്ക്കണം, മകൾ നഴ്സിംഗ് പഠിക്കുക, ഫീസ് അടയ്ക്കണം, ഒരു നയാ പൈസ കയ്യിലില്ല, എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞു നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ പറഞ്ഞു നിങ്ങൾ കടന്നു പോകുന്ന അതേ മേഖലയുടെ ഞാനും കടന്നു പോകുന്ന വ്യക്തിയാണ്. എൻ്റെ മകളും വലിയ നഴ്സിംഗ് പഠിക്കുക, ഫീസ് കൊടുക്കാൻ മാർഗമില്ല. ഞാൻ ദൈവസേന മാമയെ മുഴുകാനും മുടങ്ങി പ്രാർത്ഥിക്കുക. അതുകൊണ്ട് നമുക്ക് രണ്ടുപേർക്കും കൂടെ പ്രാർത്ഥിക്കാവുന്നത് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ നിരാശപ്പെടുത്താൻ വിട്ടില്ല. എൻ്റെ അനുഭവങ്ങൾ അദ്ദേഹത്തോട് ചേർത്ത് വെച്ചു. അല്ലേലൂയ. അപ്പം എൻ്റെ അനുഭവം അദ്ദേഹത്തെ ചേർത്ത് വെച്ചപ്പോൾ അദ്ദേഹത്തിനൊരു സംതൃപ്തി. എന്താ? പാസ്റ്റർ ഫീസ് കൊടുക്കാനുണ്ടല്ലോ. അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് രണ്ടുപേർ കൂടെ പ്രാർത്ഥിക്കാം. അത് ഞങ്ങൾ രണ്ടുപേരും കൂടെ പ്രാർത്ഥിച്ചു. ഒരു സമാധാനം അദ്ദേഹത്തിന്. ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ സൗണ്ട് ചോദിച്ചു, ഹൃദയത്തിനകത്ത് ഒരു സമാധാനമില്ലെന്ന് ചുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ദൈവം കരുതിക്കൊള്ളും. ഹല്ലേലൂയ. ദൈവം കരുതുന്നേ. ഹല്ലേലൂയ. നമ്മുടെ ഇരുളിനെ മാറ്റാൻ ദൈവത്തിനെ കഴിയുള്ളൂ. ഹല്ലേലൂയ. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. നേരം വെളുക്കയില്ലേ, ഈ കാറ്റ് മാറുകയില്ലേ, ഈ ഇരുള് മാറുകയില്ലേ, എൻ്റെ മക്കളുടെ കാര്യത്തിന് എനിക്ക് പരിഹാരമില്ലേ, എൻ്റെ ശൂന്യതയിൽ നിന്ന് മാറ്റത്തില്ലേ എന്നൊക്കെ ഓർത്ത് ഭാരപ്പെടുന്നില്ലേ? അതിന് ദൈവം മറുപടി തരാൻ പോവുകയാ.
നാളുകളായി നീ വാടകയ്ക്ക് താമസിച്ച് വാടകക്കാരെ നിന്നെ ചീത്ത പറഞ്ഞ് വാടകക്കാർ പലപ്പോഴും ഇറക്കി വിട്ട് എത്രയോ വീടുകൾ നീ മാറി മാറി താമസിച്ചു. ഹല്ലേലൂയ. ഒരു തുണ്ട് ഭൂമിയിലാതെ നീ എത്രമാത്രം കഷ്ടപ്പെടുന്നു. ഹല്ലേലൂയ. നീ ഹൃദയത്തിനകത്ത് വലിയ തേങ്ങലൂടെ കടന്നു പോവുകയാണോ? അതുപോലെ ദൈവാത്മാവ് പറയുകയാണ്, ഉദയ നക്ഷത്രമായിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് നിന്റെ ഹൃദയത്തിൽ ഇടം കൊടുക്കുന്നെങ്കിൽ, ഹല്ലേലൂയ, അത് ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ നിന്റെ ജീവിതത്തിന്റെ സകല ഇരുളിനെയും മാറ്റി ആ വചനം നിന്നിൽ പ്രവർത്തിക്കാൻ തുടങ്ങും. യേശു നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. കരമിടിച്ച് ദൈവത്തെ സ്തുതിച്ചായിട്ട് രക്തം ചെയ്യും. ഹല്ലേലൂയ. ദൈവാത്മാവ് നമ്മുടെ വ്യക്തിപരമായി സംസാരിക്കുക. ഹല്ലേലൂയ. വിദേശ രാജ്യത്ത് ജോലിക്ക് കടന്നു പോയിട്ട് ജോലി നഷ്ടപ്പെട്ട് ജോലി കഴിഞ്ഞ് മടങ്ങി വന്ന ആക്സിഡന്റ് ഉണ്ടായി വീട്ടിൽ തടങ്കിൽ കഴിയുന്ന ചില സൗകര്യങ്ങളുണ്ട്. അവരുടെ മക്കളെ അവിടുത്തെ സോഷ്യൽ വർക്കുകൾ എടുത്ത് സംരക്ഷിക്കുന്നുണ്ട്. മക്കളെ വിട്ടുകിട്ടുവാൻ ഭാര്യയുടെ പേരിലുള്ള പ്രശ്നങ്ങൾ പരിഹാരം വരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന സഹോദരന്മാരുണ്ട്. അവർ നിരന്തരം എന്നെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. ഓരോ ദിവസങ്ങളും കഴിയുമ്പോഴും എല്ലാത്തിനും മാറ്റം ദൈവം തരികയാണ്. വിദേശ രാജ്യത്ത് ജോലി ചെയ്തിട്ട് സാലറി കിട്ടാതെ ഭാരപ്പെടുന്നവരുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. വളരാൻ വേണ്ടി കഷ്ടം സഹിക്കുന്നവരുണ്ട്. പുതിയ ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. വിസയുടെ കാലാവധി കഴിഞ്ഞവരുണ്ട്. പാസ്പോർട്ടിന്റെ കാലാവധി കഴിഞ്ഞവരുണ്ട്. അവരെല്ലാം പ്രാർത്ഥനയ്ക്ക് വേണ്ടി പറയുമ്പോൾ ഞാൻ ആ വിഷയം എൻ്റെ വിഷയം പോലെ ഏറ്റെടുക്കും. ഞാനവരൊന്നും കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. ഈ ഫോണിലുള്ള വിളിച്ചുള്ള അറിയില്ല. ഈ ഫേസ്ബുക്ക് മെസ്സേജ് പറയുമ്പോൾ അത് യൂട്യൂബിൽ കിടക്കുന്നതുകൊണ്ട് എൻ്റെ നമ്പർ ഉള്ളത് കൊണ്ട് എല്ലാവരും എന്നെ വിളിച്ചിട്ട് പ്രാർത്ഥിക്കാൻ പറയും. അപ്പം എനിക്ക് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമാണ്. ഞാൻ കണ്ടാലും കണ്ടില്ലെങ്കിലും കേട്ടാലും കേട്ടില്ലെങ്കിലും എനിക്ക് ആ വ്യക്തി അറിയില്ലെങ്കിലും അവരുടെ സങ്കടം എന്താണോ ആ സങ്കടത്തിൽ ഞാൻ പ്രാർത്ഥിക്കാൻ തയ്യാറാകുന്നു. ഹല്ലേലൂയ. കാരണം ആയിരക്കണക്കിന് ജനങ്ങൾ പ്രാർത്ഥിച്ചതാണ് ഇന്ന് ഞാൻ വിശ്വാസത്തിൽ നിൽക്കുന്നത്. ഹല്ലേലൂയ. ജീവിതം തകർന്ന് താറുമാറായി. ഹല്ലേലൂയ. പല തവണ ആത്മഹത്യക്ക് ശ്രമിച്ചു. തൂങ്ങി മരിക്കുവാൻ പല തവണ ഞാൻ ശ്രമിച്ചു നോക്കി. വെള്ളത്തിൽ ചാടി നോക്കി, വിഷം കുടിച്ചു നോക്കി. ഹല്ലേലൂയ. വിവിധ തലങ്ങളിൽ എൻ്റെ ജീവനെ ഒടുക്കിക്കളയുവാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യാവുന്നതെല്ലാം ചെയ്തു നോക്കിയിട്ടുണ്ട്. പക്ഷേ എൻ്റെ ജീവനെ കെടുത്തിക്കളൻ അപഹരിക്കുവാൻ കഴിഞ്ഞില്ല. കാരണം കർത്താവിന് എന്നെ ആവശ്യമുണ്ടായിരുന്നു. പ്രൈസ്. ഇന്നൊക്കെ ഞാനതൊക്കെ ഓർക്കും, ദൈവത്തെ സ്തുതിക്കും, നന്ദി പറയും കേട്ടോ. പാപങ്ങളൊക്കെ ഞെട്ടി പറയും, കർത്താവ് അറിയായ്മയുടെ കാലത്ത് ചെയ്തതാ. അങ്ങയുടെ സന്നിധിയിൽ സന്തോഷമുണ്ടല്ലോ, സമാധാനമുണ്ടല്ലോ, സ്വസ്ഥതയുണ്ടല്ലോ, അങ്ങനെ ഇത്രമാത്രം സ്നേഹിക്കുന്നുണ്ടല്ലോ എന്ന് ഓർത്ത് കഴിയുമ്പം സന്തോഷങ്ങളുടെ ഹൃദയം തുള്ളും. ഹല്ലേലൂയ. രക്തം ചെയ്യും. അത് നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. ഞാൻ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ എന്നെ കുറിച്ച് എവിടെയെങ്കിലുമൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ നാട്ടിലൊക്കെ വിളിച്ച് ചോദിച്ച് നോക്കിയാൽ അവർ പറയും, ഞാൻ കടന്നു വന്ന പാതകൾ, വഴികൾ ദുർഘടങ്ങൾ നിറഞ്ഞതായിരുന്നു. പക്ഷെ ഇന്ന് ഒന്നുമില്ലെങ്കിലും ഹല്ലേലൂയ, ദൈവം എന്നെ ക്ഷേമത്തോടെ നടത്തുക. രക്തം ചെയ്യും. എനിക്കൊരു പ്രത്യാശയുണ്ട്. നേരം വെളുക്കും, കാറ്റ് മാറിപ്പോകും, ഈ ഇരുളെല്ലാം മാറിപ്പോകും. ഹല്ലേലൂയ. ഉദയ നക്ഷത്രമാകുന്ന ക്രിസ്തു ഉള്ളിൽ പ്രകാശിക്കും. എനിക്ക് വേണ്ടിയുള്ള ആത്മീയമായ പ്രവചന വാക്യങ്ങൾ സ്ഥിരമായിട്ടുണ്ട്. അത് എന്നിൽ അത്ഭുതം ചെയ്യുമെന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ടാണ് പോകുന്നത്. ഹല്ലേലൂയ. അങ്ങനെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ? രക്തം ചെയ്യും. അതെ, ദൈവം നിന്നെ കൈവിട്ട് കളയില്ല. ഹല്ലേലൂയ. രോഗക്കിടക്കയിലായിരിക്കുന്ന സഹോദരി, ക്യാൻസർ, ഹല്ലേലൂയ, 2 സ്റ്റേജ് 3 സ്റ്റേജ് കഴിഞ്ഞ് വേദന കൊണ്ട് നീ പുളയുന്ന സാഹചര്യമല്ലേ? വേദന കടിച്ചമർത്താൻ കഴിയാതെ എന്ത് ചെയ്യണമെന്നറിയാൻ മരണത്തിന് വേണ്ടി നീ ആഗ്രഹിച്ച് കിടക്കുന്ന വ്യക്തിയാണോ? ഇന്ന് പകൽ ദൈവം നിനക്കൊരു പ്രവാചക ശബ്ദം തന്നിട്ടുണ്ട്. ആ പ്രവാചക ശബ്ദം ഹല്ലേലൂയ നേരം വെളുക്കുകയും നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉദയനക്ഷത്രം ഉദിക്കുകയും ചെയ്യുവോളം ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിൽ ഉദിക്കുവാൻ, ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിൽ വസിപ്പാൻ, ജനിപ്പാൻ നിങ്ങൾ അവസരം കൊടുക്കുന്നെങ്കിൽ നിങ്ങളുടെ ഇരുണ്ട ഹൃദയത്തിനകത്ത് ഈ വചനം പ്രകാശിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. നിന്റെ മഹാവ്യാധിയെ മാറും. ഹല്ലേലൂയ. ഇപ്പൊ നമുക്കറിയാം, കൊറോണ കഴിഞ്ഞ ദിവസം നമ്മൾ വാർത്ത കണ്ടു. 1000-ലധികം പേർക്ക് കേരളത്തിൽ ഭാരതത്തിൽ കൊറോണ പിടിച്ചു. അതിൽ ബാംഗ്ലൂരിൽ കണ്ട ഒരു വ്യക്തി മരിച്ചു. ജനം ഭയത്തിലാണ്. ഹല്ലേലൂയ. ജനം ഭയത്തിലാണ്. ഇനി കൊറോണ വന്നാൽ എന്ത് ചെയ്യും? ഉറ്റൂരും ഉടയൊരു സഹോദരങ്ങളും ബന്ധുക്കളും മക്കളുടെ ബന്ധങ്ങളെല്ലാം കുറഞ്ഞു പോകുമോ? പണ്ടത്തെ പോലെ ആകുമോ? ഇല്ല സഹോദര, അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല. കാരണം ദൈവം നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുന്നവനാ. ദൈവം നമ്മുടെ അകൃത്യങ്ങൾ ക്ഷമിക്കുന്നവനാ. വലിയ കാലവർഷം പെയ്തിറങ്ങി. കേരളത്തിന്റെ 14 ജില്ലകളിലും കാലവർഷം പെയ്തിറങ്ങി. തോടുകളും പുഴകളും ആറുകളും കിണറുകളും പാടങ്ങളും ആറുകളും നദികളും കായലുകളും കടലുകളും എല്ലാം നിറഞ്ഞ് കവിഞ്ഞൊഴുകുവാൻ തുടങ്ങി. ഹല്ലേലൂയ. മലയോരത്ത് താമസിക്കുന്നവരുണ്ട്, ഇടഭാഗത്തുണ്ട്, അടിവാരത്ത് താമസിക്കുന്നവരുണ്ട്, തീരദേശങ്ങളിൽ പാർക്കുന്നവരുണ്ട്. കഴിഞ്ഞ വർഷത്തെ വയനാടിന്റെ സംഭവം നമുക്കറിയാം.
ഞാൻ ഈ പ്രഭാതത്തിൽ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചു, കർത്താവേ, ഞങ്ങളുടെ കേരളത്തെ സൂക്ഷിക്കണം. കാലവർഷമല്ലേ, കഴിഞ്ഞ വർഷത്തെ പോലെ മുൻ വർഷത്തെ പോലെ അപകടങ്ങൾ വരാതെ, ജീവഹാനി വരാതെ ഞങ്ങളുടെ ജനത്തെ സൂക്ഷിക്കണമേ. ഉദയ നക്ഷത്രമായി ക്രിസ്തു അവരുടെ ഹൃദയങ്ങളിൽ പ്രകാശിക്കണമേ. ഈ പ്രവാചക വാക്യം സ്ഥിരമായിട്ടുള്ളത് അത് അവർക്ക് നൽകണമേ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ട്. ഹല്ലേലൂയ. കാരണം ഒരപകടം ഉണ്ടായാൽ അതെന്റെയും കൂടെ അപകടമാണ്. കേരളത്തിൽ എവിടെയെങ്കിലും ഒരു അപകടം ഉണ്ടായാൽ അതെന്റെയും കൂടെ അപകടമാണ്. അതെന്റെ സഹോദരങ്ങളാണ്. കേരളത്തിലുള്ള മുതിർക്ക കൂടി ജനങ്ങൾ എന്റെ സഹോദരങ്ങളാണ്. അവർ വേദനിച്ചാൽ എനിക്കും വേദനിക്കും, അവർ ദുഃഖിച്ചാൽ എനിക്കും ദുഃഖമുണ്ടാകും, അവർ കണ്ണുനീർ തൂക്കി എനിക്കും കണ്ണുതീർക്കും. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവരുടെ വിഷയങ്ങളെ എന്റെ വിഷയം പോലെ ഏറ്റെടുത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഹല്ലേലൂയ. അതെ, നമുക്ക് ദൈവത്തോട് ചേർന്നിരിക്കാം. ഈ മഴക്കാലം ഹല്ലേലൂയ നമുക്ക് കഴിഞ്ഞു പോകാൻ വേണ്ടി. ഹല്ലേലൂയ. അപ്പൊ നമുക്ക് ദൈവത്തിനെ പ്രാർത്ഥിക്കാൻ കഴിയണം. ഹല്ലേലൂയ. ആമേൻ. നമുക്ക് വചനമാണ് നമ്മൾ ജീവിപ്പിക്കുന്നത് കേട്ടോ. ഇവിടെ കർത്താവിന്റെ വചനവും എന്നേക്കും നിലനിൽക്കുന്നു എന്നാണ് 1 പത്രോസിന്റെ ലേഖനം ഹല്ലേലൂയ സ്തോത്രം വായിക്കുമ്പോൾ കാണുന്നത്. 1 പത്രോസിന്റെ ലേഖനം ഹല്ലേലൂയ 1-ാം അധ്യായം ഹല്ലേലൂയ അതിന്റെ 1-ന്റെ വാക്യം വായിക്കുന്നുണ്ട്. കർത്താവിന്റെ വചനമോ എന്നേക്കും നിലനിൽക്കുന്നു. ഈ വചനമാണ് നിങ്ങളോട് പ്രസംഗിച്ച സുവിശേഷം. ഹല്ലേലൂയ. പത്രോസ് പറയാണ്, ദൈവത്തിന്റെ വചനം എന്നേക്കും നിലനിൽക്കുന്നത്. ഈ വചനമാണ് പത്രോസ് പ്രസംഗിച്ചത്. ആ വചനം കേട്ടവരാണ് 3000 പേര്. അവരാണ് മാനസാന്തരപ്പെട്ടത്. പിറ്റേന്നാണ് 5000ങ്ങളായി. അങ്ങനെ ദിനംപ്രതി സഭയോട് ചേർത്ത് ഇന്നും സഭ വളരുകയാണ്. ഹല്ലേലൂയ. സഭ വളർന്നുകൊണ്ടിരിക്കുന്ന കെട്ടിടമാ. ഹല്ലേലൂയ. അത് വളർച്ച നിന്നതല്ല, തകർക്കുവാൻ, ഉടയ്ക്കുവാൻ, നശിപ്പിക്കുവാൻ പല കൂരുകളിന്റെ ശക്തികളും അന്ധകാരത്തിന്റെ ശക്തികളും പേമാരി കൊടുങ്കാറ്റും പോലുള്ള പ്രശ്നങ്ങളൊക്കെ ദൈവസഭയുടെ വളർച്ചയ്ക്ക് വിരോധമായി എഴുന്നേൽക്കുമ്പോൾ കർത്താവ് പറയുകയാണ്, ദൈവത്തിന്റെ വചനമോ ഹല്ലേലൂയ കർത്താവിന്റെ വചനമോ എന്നേക്കും നിലനിൽക്കും. ഹല്ലേലൂയ സ്തോത്രം. ഈ വചനമാണ് ഹല്ലേലൂയ നിങ്ങളോട് പ്രസംഗിച്ച സുവിശേഷം. സുവിശേഷത്തെ തകർക്കാൻ ആർക്കും കഴിയില്ല കേട്ടോ, നശിപ്പിക്കാൻ ആർക്കും കഴിയില്ല. അതുകൊണ്ട് ദൈവത്തിന് വചനം പറയാ, നിന്റെ നാമത്തിന്മീതെ ഒക്കെയും നിന്റെ വാഗ്ദാനം മഹിമപ്പെടുത്തിയിരിക്കുന്നുവെന്ന് 138-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ കാണുന്നുണ്ട്. 138-ാം സങ്കീർത്തനം 2-ാമത്തെ വാക്യം വായിക്കുമ്പോൾ കാണുന്നുണ്ട്, ഞാൻ നിന്റെ വിശുദ്ധ മന്ദിരത്തെ നോക്കി നമസ്കരിച്ചു, നിന്റെ ദയയും വിശ്വസ്തത നിമിത്തം തിരുനാമത്തിന് സ്തോത്രം ചെയ്യും, നിന്റെ നാമത്തിന് മീതെയൊക്കെയും നീ നിന്റെ വാഗ്ദാനം മഹിമപ്പെടുത്തിയിരിക്കുന്നു. സങ്കീർത്തനക്കാരന് പോലും ഭയങ്കര വിവരവും വിദ്യാഭ്യാസവും ബോധമാണ്. ഹല്ലേലൂയ. നമ്മളെപ്പോലൊന്നും അല്ല. ഹല്ലേലൂയ. അതുകൊണ്ടാണ് വചനം പറയുന്നത്. എന്താണ് ഇവിടെ പറയുന്നത്? വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളുടെ സ്തുതി സ്തോത്ര ആരാധനയാണ് 138-ാം സങ്കീർത്തനം 1-2 വാക്യങ്ങൾ വായിക്കുന്നത്. ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ നിനക്ക് സ്തോത്രം ചെയ്യും, ദേവന്മാരുടെ മുമ്പാകെ ഞാൻ നിന്നെ കീർത്തിക്കും. ഇന്ന് ലോകത്തിൽ ദേവന്മാരെ കൊണ്ട് ദൈവമാരെ കൊണ്ട് നിറയപ്പെട്ടു മനുഷ്യ ദൈവങ്ങളെ കൊണ്ട് നിറയപ്പെട്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ സങ്കീർത്തനക്കാരൻ പറയാണ്, ഞാൻ നിന്റെ വിശുദ്ധ മന്ദിരത്തെ നോക്കി നമസ്കരിച്ച് നിന്റെ ദൈവം വിശ്വസ്തത നിമിത്തം തിരുനാമത്തിന് സ്തോത്രം ചെയ്യും, നിന്റെ നാമത്തിന് വീതിയൊക്കെയും നിന്റെ വാഗ്ദാനം മഹിമപ്പെട്ടിരിക്കുന്നു. അതെ, നിനക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്യുന്ന ജീവനുള്ള ദൈവം, നിന്റെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. ഇവിടെ ആ വചന ചരിത്രം വയ്ക്കുമ്പോൾ സോദരൻ, വിവിധ ജാതികളുടെ ഇടയിൽ അനവധി ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കർമ്മങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. അതിന്റെ നടുവിലാണ് സ്തോത്രം ദാവീദ് പറയുന്നത്, വിശുദ്ധ മന്ദിരത്തെ നോക്കി ദൈവത്തെ ആരാധിക്കുവാൻ നമ്മളോട് പറയുന്നത്. ഹല്ലേലൂയ. അതെ, ഈ ലോകത്തിൽ നല്ലൊരു ആരാധന യേശുവിന, നല്ല സമാധാനത്തിന്റെ ആരാധന, സ്വസ്ഥതയുടെ ആരാധന, സന്തോഷത്തിന്റെ ആരാധന, സ്തുതിയുടെ സ്തോത്രത്തിന്റെ ആരാധന, ദൈവത്തിന്റെ വിശുദ്ധ മന്ദിരത്തിലേക്ക് ചെന്ന് സ്വർഗത്തിലേക്ക് നിന്റെ കണ്ണുകൾ ഉയർത്തി നീ ദൈവത്തെ സ്തുതിക്കാം. ദാവീദ് പറഞ്ഞു, ഞാൻ എന്റെ കണ്ണു പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എന്റെ സഹായം ആകാശത്തെയും ഭൂമി ഉണ്ടാക്കി യഹോവയിൽ നിന്ന് വരുമെന്ന് 121-ാം സങ്കീർത്തനം 1-ാം വാക്യം വായിക്കുന്നതിന് രണ്ടുമായിട്ട്. അതെ, സകലത്തെ സൃഷ്ടിച്ച ദൈവം, നിനക്ക് ജീവൻ തന്ന ദൈവം, നിനക്ക് ജന്മം തന്ന ദൈവം, നിന്നെ ഈ ഭൂമിയിൽ ഇത്രത്തോളം കാലം പോറ്റി പുലർത്തിയ, നിന്റെ അല്ലലുകൾ അറിഞ്ഞ, നിന്റെ സാഹചര്യങ്ങൾ അറിഞ്ഞ, നിന്റെ കുടുംബത്തിന്റെ പശ്ചാത്തലം അറിയുന്ന, നിന്റെ കണ്ണുനീരത് ഹൃദയത്തിന്റെ വേദന അറിയുന്ന ദൈവം പറയുകയാണ്, ഞാൻ നിന്നെ പോറ്റി പുലർത്താൻ വിശ്വസ്തനാണെന്ന്.
പ്രൈസലോട്. അപ്പൊ ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ കുടിഞ്ഞു തൊട്ട് കൊട്ടാരത്തി വരെ പാർക്കുന്ന വലിയവരെയും ചെറിയവരെയും ദൈവം സ്നേഹിക്കുന്ന മുഖപക്ഷമില്ല നമ്മുടെ ദൈവത്തിന്. നമ്മുടെ ദൈവത്തിന് ഒരിക്കലും മുഖപക്ഷമില്ല. മുഖപക്ഷം കാണിക്കുന്നവരല്ല നമ്മുടെ ദൈവം. ഹല്ലേലൂയ. എല്ലാവരും സ്നേഹിക്കുന്നവനാ. എല്ലാവരും മാറോട് ചേർത്ത് പിടിക്കുന്ന നമ്മുടെ യേശു. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന്റെ വചനം പറയുകയാണ്, ദൈവത്തിന്റെ വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നുവെന്ന് യോഹന്നാന്റെ സുവിശേഷം വായിക്കുമ്പോൾ യേശു തന്നെ പറഞ്ഞിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷം ഹല്ലേലൂയ 6-ാം അധ്യായം ഹല്ലേലൂയ അതിന്റെ 63-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു, മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. അതെ, ഈ വചനം ആത്മാവും ജീവനുമാണ് എന്ന് പറഞ്ഞ അവന്റെ ശിഷ്യന്മാർ പലരും അത് കേട്ടിട്ട് ഈ കഠിനമായ വാക്ക് ഇത് ആർക്ക് കേൾപ്പാൻ കഴിയും എന്ന് പറഞ്ഞ് ശിഷ്യന്മാർ അതിനെ ചൊല്ലി പിറുപിറുക്കുന്നത് യേശു തന്നിൽ തന്നെ അറിഞ്ഞ് അവരോട്, ഇത് നിങ്ങൾക്ക് ഇടർച്ചയാകുന്നുവോ? മനുഷ്യപുത്രൻ മുമ്പേ ഇരുന്നിടത്തേക്ക് കയറി പോകുന്നത് നിങ്ങൾ കണ്ടാലോ? ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു, അല്ലെങ്കിൽ മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം ജീവനാത്മാവാണ്. ഹല്ലേലൂയ. അപ്പൊ ഇത് കഠിനമാക്കുന്ന ശിഷ്യന്മാർ പറയുന്നേ. ഹല്ലേലൂയ എന്ന് പറഞ്ഞ ഹല്ലേലൂയ. എന്നെ തിന്നുന്നവൻ എന്നെ തുടങ്ങിയുള്ള കർത്താവിന്റെ പ്രഭാഷണത്തിലെ വാക്കുകൾ സാമാന്യ ജനത്തിനും ശിഷ്യന്മാർക്ക് പോലും അന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായി തീർന്നു. ഹല്ലേലൂയ, സ്തോത്രം. ആ കാലഘട്ടത്തിലാണ് യേശു ഇത് പറയുന്നത്. ഞാൻ സംസാരിക്കുന്ന വചനം ആത്മാവും ജീവനുമാണ്. അത് നമ്മൾ കേൾക്കുന്ന വചനം, നമ്മുടെ കയ്യിലിരിക്കുന്ന വിശുദ്ധ തിരുവെഴുത്ത് സത്യവേദപുസ്തക വചനം ആത്മാവും ജീവനുമായിരിക്കുന്ന വചനമാണ്. അത് പ്രവാചക വാക്യങ്ങളെ, പ്രവചന ശബ്ദമാണ്, ദൈവത്തിന്റെ വാക്തത്വങ്ങളാണ്. അത് എന്നെ കേൾക്കുന്ന സഹോദരി, ഈ വചനം നിന്റെ ഹൃദയത്തിൽ ഐശ്വര്യമായി വസിക്കട്ടെ. അപ്പം അല്ലേ സഹോദരൻ, ഈ വചനം നിന്റെ ഉള്ളിലുണ്ടെങ്കിൽ ഈ വചനം നിന്നെ ദൃഢപ്പെടുത്തും. അത് പരിശുദ്ധാത്മാവിലുള്ള അരുളപ്പാടാണ്. പരിശുദ്ധാത്മാവിന്റെ ആശ്വാസം നിങ്ങൾക്ക് തരും. പരിശുദ്ധാത്മാവ് ഒരു ആശ്വാസനായകനായി നിന്റെ ഉള്ളിലേക്ക് വരും. നിന്റെ സങ്കടങ്ങൾ നിന്നോട് കൂടെ നടക്കുവാൻ, നിന്നോട് കൂടെ ഇരിക്കുവാൻ, നിന്നെ കൈപിടിക്കുവാൻ, നിന്നെ താങ്ങി നടത്തുവാൻ, നിന്റെ സങ്കടങ്ങൾ കേൾക്കുവാൻ, നിന്റെ കണ്ണുനീര് തുടയ്ക്കുവാൻ, നിനക്ക് വേണ്ടി ഇടിവി നിൽക്കുവാൻ ദൈവത്തിന്റെ ആത്മാവുണ്ട് കേട്ടോ. രക്തം ചെയ്യാം ഒരു കാര്യസ്ഥനെ പോലെ ദൈവം നിന്റെ അത് പകർന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ഇവിടെ ദൈവമക്കളും ദൈവദാസന്മാർ മുഖാന്തരം, പ്രവാചകന്മാർ മുഖാന്തരം കർത്താവ് തന്റെ വാഗ്ദത്തങ്ങളെ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരിക. എന്താണ്? ദൈവദാസന്മാരും മുഖാന്തരം, വിശ്വാസികൾ മുഖാന്തരം, ഹല്ലേലൂയ, പ്രവാചകന്മാർ മുഖാന്തരം ദൈവത്തിന്റെ വചനങ്ങളെ, വാഗ്ദത്തങ്ങളെ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരിക. നിങ്ങൾ രാവിലെ അല്ലെങ്കിൽ വേദപുസ്തകം തുറന്ന് വായിച്ച് ശാന്തമായിരുന്ന് ധ്യാനിക്കണം. എന്തെല്ലാം തിരക്കുണ്ടെങ്കിലും പ്രഭാതത്തിൽ എഴുന്നേറ്റ് വചനം വായിച്ച് ധ്യാനിക്കണം. രാത്രിയിൽ എപ്പോഴേലും ഈ മൊബൈലുമൊക്കെ തോണ്ടിയിട്ട് രാത്രി കിടന്നിട്ട്, വെളുപ്പാങ്കാലത്ത് കിടന്നിട്ട് പിന്നെ രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോകുന്നവരല്ല. മൊബൈലൊക്കെ ഒരു 9 മണിക്ക് മുമ്പേ അടച്ചു പൂട്ടണം. സന്ധ്യാപ്രാർത്ഥന 8 മണിക്കെങ്കിലും ചെയ്യണം. 8 മണിക്കെങ്കിലും പ്രാർത്ഥന ചെയ്തിട്ട് പിന്നെ നീ മൊബൈലും തോണ്ടി സാത്താൻ്റെ ഇഷ്ടത്തിൽ നിന്ന് ഇരിക്കാതെ നേരത്തെ കിടന്നുറങ്ങണം. ഹല്ലേലൂയ. നേരത്തെ കിടന്നുറങ്ങിയിട്ട് രാവിലെ എഴുന്നേറ്റ് ദൈവത്തിന്റെ വചനങ്ങൾ, വാഗ്ദത്തങ്ങളെ ധ്യാനിച്ച് നീ ദൈവത്തിന് നിന്നെ സമർപ്പിക്കണം. നിന്റെ പ്രശ്നങ്ങളെല്ലാം അവിടെ തീരുവന്ന്. ഹല്ലേലൂയ. ഇന്ന് നിങ്ങൾക്ക് അനുഗ്രഹമില്ലാതെ പോയത് നിങ്ങളുടെ ജീവിതത്തിലെ ഈ മൊബൈലിന്റെ ദുരുപയോഗമാണ്. ഹല്ലേലൂയ. മൊബൈലിന്റെ ദുരുപയോഗം വന്നതോടെ നിങ്ങളുടെ കുടുംബത്തിനകത്ത് സാത്താൻ കയറി, നിങ്ങളുടെ ജീവിതത്തിൽ പിശാച് കയറി. ഹല്ലേലൂയ. അതുകൊണ്ട് ആ ദുർഭൂതങ്ങളെ മുഴുവൻ നീ പുറത്ത് കളയണം. ഹല്ലേലൂയ. അപ്പൊ നിന്റെ ഹൃദയത്തിൽ ദൈവവചനങ്ങൾ അല്ലെങ്കിൽ നിറയട്ടെ. ദൈവദാസന്മാർ പറയുന്ന വചനം നീ അനുസരിക്കണം. ഹല്ലേലൂയ. ചില വചനങ്ങൾ മൂലം കർത്താവ് നിങ്ങളോട് സംസാരിക്കും. വാഗ്ദത്തമായ ചില വചനങ്ങൾ നിങ്ങൾക്ക് തന്നെ വെളിപ്പെടുത്തും. ദൈവദാസന്മാർ പ്രസംഗിക്കുന്ന സമയങ്ങളിൽ ദൈവത്തിന് വചനം കേൾക്കുവാനുള്ള ആഗ്രഹം കൊടുക്കണം. അപ്പോൾ ഫോണൊന്നും എടുത്ത് സംസാരിക്കരുത്. ഈ സഭയിലായിരുന്നാലും മീറ്റിങ്ങിലായാലും കൺവെൻഷനൊക്കെ ആയിരുന്നാലും വചനം പ്രസംഗിച്ച് ശക്തമായ ദൂതുകൾ ആലോചന തിരക്കുമ്പോൾ അത് കേൾക്കാൻ നിന്റെ ഹൃദയത്തെ ചായക്കണം. അതിനിടയിൽ നിന്റെ മുമ്പിലിരിക്കുന്ന ഈ സാധനം ഉണ്ടല്ലോ, എന്താ ആ ദുർഭൂതങ്ങൾ അടങ്ങിയിരിക്കുന്ന ആ മൊബൈല്, അല്ലെങ്കിൽ അത് ശബ്ദിക്കരുത്. അത് നീ ഫോൺ വിളിക്കുക, നിന്റെ ഉറ്റവരെവിടെയൊക്കെ വിളിക്കാൻ വേണ്ടി ഉപയോഗിക്കുക.
പ്രാർത്ഥനയ്ക്കകത്ത് ഉപയോഗിക്കരുത്. അത് പ്രാർത്ഥനയ്ക്കകത്ത് നീ ഫോൺ വിളിക്കുന്നുണ്ടെങ്കിൽ, മെസ്സേജ് അയക്കുന്നുണ്ടെങ്കിൽ, അതെടുത്ത് നീ ഓടുന്നുണ്ടെങ്കിൽ നിന്നെ നടന്ന ദുർഭൂതമാണ്. ഞാൻ കഴിഞ്ഞതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. വചനം പൊതുവായി ദൈവവചനത്തിലുള്ള എല്ലാ വചനങ്ങളെയും നിങ്ങൾ വായിച്ചുകൊണ്ടിരിക്കണം. ആമേൻ. വചനം ലോഗോസ് എന്ന് വിളിക്കുന്നു. ഹല്ലേലൂയ. എന്നാൽ ചില വചനങ്ങൾ നിങ്ങൾക്ക് വെളിച്ചം തന്ന് നിങ്ങളോട് സംസാരിക്കും. ഹല്ലേലൂയ. പ്രത്യാശയുടെ അനുഭവത്തിൽ നിങ്ങളെ കൊണ്ടുവന്ന നങ്കൂരം, കപ്പൽ നങ്കൂരം വിട്ട് ഉറപ്പിക്കുന്നത് പോലെ നിങ്ങളെ ഉറപ്പിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രശ്നീയത, കാറ്റിനോടും കടലിനോടും തിരമാലകളോടും കൊടുങ്കാറ്റിനോടും ആജ്ഞാപിച്ചവൻ നിന്നോടും ആജ്ഞാപിക്കും, നിന്നോട് സംസാരിക്കും. ഹല്ലേലൂയ. വായിച്ച വചനത്തിലേക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഏതാണ് വായിച്ച വചനം? ഹല്ലേലൂയ. 2 പത്രോസിന്റെ ലേഖനം, ഹല്ലേലൂയ, 1-ാം അധ്യായം 19-ാം വാക്യം. പ്രവാചകവാക്യം അധിക സ്ഥിരമായിട്ട് നമുക്കുണ്ട്. നേരം വെളുക്കുകയും ഉദയനക്ഷത്രം ഉദിക്കുകയും ചെയ്യുമ്പോൾ ഇരുട്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ, ഹല്ലേലൂയ, നിങ്ങളുടെ ഹൃദയങ്ങളിൽ അതിനെ കരുതിക്കൊണ്ടാൽ നന്ന്. അത് നമുക്ക് കർത്താവിനെ ഏൽപ്പിക്കാം. സങ്കടത്തിൽ, ദുഃഖത്തിൽ, കണ്ണുനീരിൽ കടന്നു പോകുന്ന പ്രിയരെ, മാതാപിതാക്കളെ, നിന്റെ ജീവിതം ദൈവം തന്നെ അത്ഭുതം ചെയ്യും. വിശ്വസിക്കുന്നു. കണ്ണുകളടച്ചാട്ട്. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവം ഈശ്വരക്ക് പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്താണ് ഈ വചനം കേട്ടുകൊണ്ടിരുന്നത് കേരളത്തിലെ 3.25 കോടി ജനങ്ങൾ, തലമുറകൾ, എണ്ണത്തിൽപ്പെടാത്ത അന്യസ്ഥാന തൊഴിലാളികൾ, ഇന്ത്യയിൽ 29 സംസ്ഥാന കേന്ദ്രപ്രദേശങ്ങളായി 143 കോടിയിലധികം ജനങ്ങൾ, തലമുറകൾക്കായി ലോകരാജ്യം 700 കോടി ജനത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, സ്വതം വില്ലേജ് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, താലൂക്ക്, ബ്ലോക്ക്, ജില്ലാ ഭരണം, ഏതാനും സംസ്ഥാനങ്ങൾ, രാജ്യങ്ങൾ, രാഷ്ട്രങ്ങൾ, രാജ്യക്കുമാർ, ആനന്ദ ഗവർണർ, പട്ടാള മേധാവികൾ, ഗോത്രങ്ങളെ, ദ്വീപുകളെ, ആദിവാസി ട്രൈബൽ മേഖലയായിരിക്കുന്ന സകല ജനത്തെ, ഭരണാധിപന്മാരെയും, കരസേന, വ്യോമസേന, നാവിക അതിർത്തികൾ കാക്കുന്ന സൈന്യത്തിനായി, അതിർത്തികൾ താമസം ജനത്തിനായി, ഹല്ലേലൂയ, ഭരണപക്ഷ പാർട്ടികൾ, മത, സാമൂഹിക, സംസ്കാര, മാധ്യമ, മീഡിയ രംഗം നിൽക്കുന്നവർക്കായി, എല്ലാ ഭരണകർത്താവ് സ്വതം, ഹല്ലേലൂയ, കടലോര വാസികൾ, തീരദേശവാസികൾ, മത്സ്യം, ആഴക്കടലിൽ കടന്നുപോയിരിക്കുന്നവർ, ഹല്ലേലൂയ, കർത്താവ് സ്വതം, സഹകരണമേലും പുതുമേലും സാമ്പത്തികമേലായിരിക്കുന്ന എല്ലാ കച്ചവട വെക്കാനും മോട്ടോറംഗത്തായിരിക്കുന്ന എല്ലാ ടൈസ് പാടത്തും പറമ്പിലും കൂറിയും കല്ലോടും മണ്ണോടും മറവിട്ടി ആമയും വിയർപ്പ് ജോലയാക്കി അധ്വാനിക്കുന്നവർ, മദ്യത്തിന് മയക്കും ലഹരിക്ക് അടിപ്പെട്ട് കിടക്കുന്ന തീവ്രവാദത്തിൽ വർഗീയത അകപ്പെട്ട് കിടക്കുന്നവർ, കർത്താവി മാനസാന്തരപ്പെടാൻ മടങ്ങി വരുവാൻ, രോഗത്താൽ ഭാരപ്പെട്ട് ശാപത്താൽ രോഗപ്പെട്ട് കണ്ണുനീരിൽ കൂടെ കടന്നു പോകുന്ന ആത്മഹത്യയിൽ വക്കിയിരിക്കുന്ന അനവധി കുടുംബങ്ങൾക്ക് സമാധാനം കൊടുക്കണമേ. ദേശരാജ്യം കർഷക സഹിതം നൊമ്പരപ്പെടുന്നവരുടെ ഭവനമില്ലാതെ ഭാരം കടക്കണിയാൽ ഭാരം വാടകൾക്ക് മാറി ജപ്തി നടപടി നേരിടുന്നവർ, വിവിധ കടക്കണിയാൽ വിവാഹം നടക്കാതെ ഭാരപ്പെടുന്ന വിവാഹം തളർച്ച വന്ന ഡിവോഴ്സിനൊക്കെ എത്തി നിൽക്കുന്ന കുടുംബങ്ങൾ, തലമുറയില്ലാതെ ഭാരപ്പെടുന്നവരെ ശൈശവത്തിനും ബാല്യത്തിലും കൗമാര യൗവനത്തിലും വാർദ്ധക്യത്തിലും നിരാരും വൃത്തരശന യാച പ്രവർത്തന ജോലി തൊടവറയിലായിരിക്കുന്ന പ്രാർത്ഥിക്കുന്നു. സകല ജനങ്ങളും മാനസാന്തരത്തിൽ മടങ്ങി വരട്ടെ. കേരളത്തിൽ ഭാരത വിദേശ കർത്താവ് വേറെ സ്നേഹിച്ച് കടന്നുപോയിരിക്കുന്ന ദൈവമക്കൾ, ദേവദാസന്മാർ, കുടുംബങ്ങൾ, തലമുറയെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നപ്പോൾ ആരും തകരുമട്ടയാകരുത്. കർത്താവ് ഉദ്ദേശം ഒതുക്കുവോടെ ഇരുട്ട് സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ ഈ വചനത്തെ കർത്താവിച്ചാലും ഹൃദയത്തിനകത്ത് സൂക്ഷിച്ച് ക്രിസ്തുവിന്റെ വാഗ്ദത്തങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിതത്തെ അതിജീവിക്കാൻ കൊടുക്കണം. കരിയിലും കടലും ആകാശമാർക്കും വാഹനം വാഹനം സെയിൽസ് ചെയ്യുന്നവരെ എല്ലാവരും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആരും നഷ്ടപ്പെടരുത്. കർത്താവ് മദ്യരൂപികൾക്ക്, മയക്കുമരൂപികളും മാനസാന്തരം കൊടുക്കണമേ. സകല അധാർമ്മികരും കേസുകളും ആമേൻ ജീവിതം നയിക്കുന്ന എല്ലാ അധാർമിക സ്വഭാവമുള്ളവരെ ദൈവം സന്ദർശിക്കണം. മാനസാന്തരം കൊടുക്കണമേ. യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ.